ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു കാഴ്ച കാണിക്കാൻ പോകട്ടെ. നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന പപ്പായ പഴുത്തു കാണാണ്ട, മരത്തിൽ നിന്നേ പഴുത്തു. അത് ആദ്യത്തെ പപ്പായയാണ്. ഇത് മരത്തിൽ നിന്ന് പഴുത്ത അറക്കുള്ളത് ഞാൻ വിചാരിച്ചിട്ട് ഇത്ര നാളെ നിർത്തി. നിറയെ ഉണ്ടായിട്ടുണ്ട് പപ്പായ. ഇതിൻ്റെ ഒന്നാമത്തെ കൂടെ ഒരെണ്ണുണ്ടായിരുന്നു. അത് ചേട്ടൻ വെള്ളം അടിക്കുമ്പോൾ തന്നെ പോയി. നമുക്കത് പറിക്കാം. കണ്ട, സൂപ്പർ പപ്പായ. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തത് നല്ലൊരു കാഴ്ച കാണാം. ഇതാ മുരിങ്ങയുടെ ഉള്ളിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ. മുരിങ്ങച്ചെടിയുടെ ഉള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. 2 മുരിങ്ങക്കായ ഉണ്ടായി നിൽക്കണുണ്ട്. ആദ്യമായിട്ടുണ്ടായതാട്ടാ. കാണാണ്ടാണോ? ചെറിയൊരു കൊമ്പാണ് കേട്ടോ. കാണാണ്ടോ മക്കളെ നിങ്ങൾക്ക്? 2 കൂടി ഉണ്ടായിരുന്നു. അത് പൊട്ടി വീണു, കൊമ്പ് പൊട്ടി വീണു. കാണാണ്ടോന്നൊക്കെ അറിയാമല്ല. കൊമ്പ് പൊട്ടി വീണാലും നമ്മളതാക്കില്ല. നമ്മളത് ചട്ടിയിൽ നട്ട് വയ്ക്കും. എന്നിട്ട് അതിനെ പ്രായപൂർത്തിയാക്കിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുള്ളൂ. കാണാണ്ടോ അറിയില്ല. കണ്ട കായ, മുരിങ്ങക്കായ. പ്ലാവില്ലേ, ഇത്രയായിട്ടുണ്ട് കേട്ടോ. പിന്നെ മാവ്, അൽഫോൺസ മാവ്, അതെത്രയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ റംബുട്ടാൻ, അതിത്രയായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കായ്ക്കണ മരമാണ്. ഒരു തൈ 600 രൂപ വാങ്ങിയത്. ഇവിടെ ഈ സാമ്പാർ ചീര നിറയെ. ഞാനന്ന് പറിച്ച് വെച്ച വാഴ അവിടെ ഉണ്ടായിരുന്നില്ലേ. പപ്പായ മുമ്പിൽ വെച്ചിട്ട് കണ്ട. എനിക്ക് നന്നായി പഴുത്ത ഇഷ്ടമല്ല. ഷുഗറുകാരിങ്ങനെ കഴിക്കണം. നന്നായി പഴുത്തില്ല, ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മുറിച്ച് കാണിക്കാം. എൻ്റെ വിത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറയട്ടാ എങ്ങനെയുണ്ടെന്ന്. ഒരു കഷ്ണം നല്ല മധുരം, നല്ല പഴുത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യമായി ഉണ്ടാക്കിയ പപ്പായ. ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, പനന്നങ്ങിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, ബായ്.